ഹായ് മക്കളെ, നിഹാൽ സാറാണ്. അപ്പോൾ നാളെ സോഷ്യൽ സയൻസ് എക്സാം എഴുതാൻ പോവാണ്. നോ ടെൻഷൻസ്, നോ വറീസ്. നമ്മൾ കൃത്യമായി പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ എഴുതും. അതിനെപ്പറ്റി ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ കേരള ടുവേർഡ്സ് മോഡേൺ, കേരളം ആധുനികതയിലേക്ക് വന്ന ചാപ്റ്ററിന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള. നിഹാൽ സാർ നിങ്ങൾ എന്ത് വർത്താനാണ് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ നാളെ ചോദിച്ചില്ലോ എന്ന് നാളെ പറയാതെക്കാൻ വേണ്ടി ഞാൻ എന്ത് പറയുന്നത്, ചോദിക്കാൻ സാധ്യതയുള്ള വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാൻ വന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്: വൈക്കം സത്യാഗ്രഹവും അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹവും. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കേരള നവോത്ഥാനം, കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യമാണ് എന്ത്, ഒന്ന് വൈക്കം സത്യാഗ്രഹം, മറ്റൊന്ന് ഗുരുവായൂർ. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ മൊത്തം നിങ്ങൾ പഠിച്ചു വെക്കണം. ആദ്യം വൈക്കം സത്യാഗ്രഹം അല്ലേ. വൈക്കം സത്യാഗ്രഹം എന്തിന് നടന്നു എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. വൈക്കം ആണ് ആദ്യം നടന്നത് 1924, 1924 നടന്നത്. TK മാധവന്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്, വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റൈറ്റ് ടു ട്രാവൽ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരമായിരുന്നു അത് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം. അതായത് വൈക്കം ക്ഷേത്രത്തിലെ മുന്നിലൂടെയുള്ള നടവഴിയിലൂടെ കീഴ്ജാതി, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശം അവിടെ നൽകിയിരുന്നില്ല. ആ റൈറ്റ് ടു ട്രാവൽ, സഞ്ചാര സ്വാതന്ത്ര്യം തിരികെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സമരമാണെന്ത് ഈ പറയപ്പെടുന്ന വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അത് അതിന്റെ ലീഡേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, സോളിഡാരിറ്റി അല്ലെ പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ എന്ത് നടത്തിയിട്ടുണ്ട്? ഒരു സവർണ ജാഥ. സവർണ എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു അല്ലെ. അപ്പോൾ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഒരു സവർണ ജാഥയും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം കൽപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് നിങ്ങൾ ആകെ വൈക്കം സത്യാഗ്രഹത്തെ പറ്റി പഠിച്ചു വെക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് അവസാനം എന്തിട്ടാണ് വൈക്കം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ എല്ലാ ജാതിയിലും അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്ക് നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുകയാണ്. റെഡി? അപ്പോൾ അത് അത്ര കാര്യം നിങ്ങൾ പഠിച്ചു വെക്കാനുള്ളൂ. അടുത്താണ് നിങ്ങൾ ഗുരുവായൂർ ടെമ്പിൾ അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെ. 1931 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. എന്തായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം നടക്കാനുണ്ടായ കാരണം? അതായത് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും എവിടേക്ക് പ്രവേശനം, അതായത് എസ്പെഷ്യലി ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്ക് മാത്രമേ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ നോക്ക് നിങ്ങൾ, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് K. കേളപ്പൻ, agitation was large demanding entry for all caste of Hindus into ഗുരുവായൂർ ടെമ്പിൾ. അതായത് ഹിന്ദു മതത്തിലെ എല്ലാ ജാതിയിലും, ഉയർന്ന ജാതിക്കാർക്ക് മാത്രമല്ല എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും എവിടേക്ക് പ്രവേശനം വേണം? ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മൂവ്മെന്റ് ആണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. AK ഗോപാലൻ വാസ് എ വളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ദി സ്ട്രഗിൾ. AKG എന്ന് പറഞ്ഞ AK ഗോപാലൻ ഇതിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ P. കൃഷ്ണപിള്ള പോലത്തെ ഒരുപാട് ആളുകൾക്ക് വളരെയധികം അറ്റാക്ക് അല്ലെങ്കിൽ ഈ പോലീസിന്റെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടികളൊക്കെ കിട്ടിയതാണ് ഈ പറയപ്പെടുന്ന ഗുരുവായൂർ ടെമ്പിൾ. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൃത്യമായി ഇതിനെ പറ്റി പഠിച്ചു നോക്കുക. ഇതിന്റെ റിസൾട്ട് ആയി ശരിക്കും നവംബർ 12 1936 നവംബർ 12 എന്ത് ചെയ്തിട്ടുണ്ട്? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ക്ഷേത്ര പ്രവേശന വിളംബരം അല്ലെ. ക്ഷേത്ര പ്രവേശന വിളംബരം എന്ത് ചെയ്തിട്ടുണ്ട്? രാജാവ് പുറപ്പെടുവിച്ചു അല്ലേ. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മളെ പഴശ്ശി റിവോൾട്ട്, പഴശ്ശി കലാപം കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ പഠിച്ചു വെക്കുക. ഇതും അതുപോലെ തന്നെ പഴശ്ശി കലാപവും എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ പഴശ്ശി കലാപവും നിങ്ങൾ നോട്ട് വെക്കുക. എന്തായിരുന്നു പഴശ്ശി കലാപം? ശരിക്കും മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വലിയൊരു മൂവ്മെന്റ് നടത്തിയ ആളായിരുന്നു പഴശ്ശിരാജ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ പഴശ്ശിരാജ എന്താണ് ശരിക്കും പഴശ്ശി എങ്ങനെ ഒരു കലാപത്തിലേക്ക് പോകാൻ കാരണം? അതായത് നമ്മുടെ മൈസൂർ യുദ്ധത്തിൽ പഴശ്ശിരാജ ആരെ സഹായിക്കുകയാണ്? നമ്മുടെ ബ്രിട്ടീഷുകാരെ സഹായിക്കുക. അതിന് പകരം ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു? നമ്മുടെ വൈക്കം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം തരാമെന്ന് പറഞ്ഞു അല്ലെ. പക്ഷേ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ബ്രിട്ടീഷുകാരെ വാക്ക് പാലിച്ചതുമില്ല. അത് മാത്രമല്ല ടിപ്പുവിന്റെ കേന്ദ്രമായിരുന്ന കയ്യിലുണ്ടായിരുന്ന വയനാടിന്റെ മേഖലയ്ക്കും വയനാടും ആരെ കീഴടക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്? ബ്രിട്ടീഷുകാർ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ. അപ്പം സഹികെട്ട് നമ്മുടെ പഴശ്ശിരാജ എന്ത് ചെയ്തു? എല്ലാ അവിടുത്തെ ജനങ്ങളൊക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ അവിടുത്തെ കുറിച്ച നേതാവായ അമ്പു, അത് എരിച്ചനെ, കുങ്കൻ നായർ ഇവരെല്ലാവരും കൂടി ഒത്തുചേർത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ വലിയൊരു സമരം അദ്ദേഹം നടത്തിയില്ലേ. അതാണ് പഴശ്ശി കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിർബന്ധമായും അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ 3 കാര്യത്തിന് ഒരു 4 മാർക്കിന്റെ ഒരു ചോദ്യം എന്ന രീതിയിൽ വരാൻ സാധ്യതയുള്ളതാണ്. പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നമ്മളിന്ന് ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആരും ടെൻഷൻ അടിക്കേണ്ട. കൃത്യമായി ലൈവിലെത്തുക. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.